പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ ഹിന്ദി സിനിമയിൽ നിന്ന് റീമേക്ക് ചെയ്ത മലയാള സിനിമകളെക്കുറിച്ച്. ഹിന്ദി പിക്ചർ മലയാളത്തിൽ റീമേക്ക് ചെയ്ത സമയത്ത് നസീർ സാറായിരുന്നു ഏറ്റവും കൂടുതൽ നായകനായിട്ട് അഭിനയിച്ചത്. അന്നത്തെ കാലത്ത് സുനിൽ ദത്തിൻ്റെയും ദിലീപ് കുമാറിൻ്റെല്ലാം പടം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ നസീർ സാറാണ് നായകൻ. അതിനെക്കുറിച്ച് നമുക്കിന്ന് പറയാം. അത് ധർമ്മേന്ദ്രൻ്റെ ദോസ്തിനെ കുറിച്ച് പറയാം. ദോസ്ത് എന്ന് പറയുന്നത് ധർമ്മേന്ദ്രൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് ഫിലിമുണ്ട്. ധർമ്മേന്ദ്രയും ശത്രുഘ്നൻ സിൻഹയായിരുന്നു അതിൽ നായകന്മാർ. അമിതാഭ് ബച്ചൻ അതിലൊരു ഗസ്റ്റ് റോളാണ്. അത് മലയാളത്തിൽ റീമേക്ക് ചെയ്ത് ശശികുമാറാണ്. പരിവർത്തനം എന്ന സിനിമൻ്റെ പേര്. കളർ ഫിലിമാണ് അന്നത്തെ കാലത്ത്. അതിലാണ് ശ്രീപ്രിയ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നത്. ആദ്യം ജയലളിത ആയിരുന്നു ആ പടത്തിൽ നിശ്ചയിച്ചിരുന്നത്. പിന്നെ എന്തോ ഡേറ്റിൻ്റെ പ്രശ്നം കൊണ്ട് ജയലളിതയെ മാറ്റേണ്ടി വന്നു. അങ്ങനെ ശ്രീപ്രിയ അഭിനയിച്ചു. ധർമ്മേന്ദ്രൻ്റെ റോളിൽ നസീർ സാർ, ശത്രുഘ്നൻ്റെ റോളിൽ അടൂർ ബാസി അഭിനയിച്ചു. പിന്നെ അമിതാഭ് ബച്ചൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. അമിതാഭ് ബച്ചനും മാലാ സിൻഹ അവരഭിനയിച്ച പടമാണ് സഞ്ജോഗ് എന്നൊരു പടം. അത് ഹിന്ദിയിൽ പരാജയമായിരുന്നു. പക്ഷെ മലയാളത്തിൽ ശശികുമാർ റീമേക്ക് ചെയ്ത് നസീർ സാർ അഭിനയിച്ചിട്ട് ആ പടം 100 ദിവസം കളിച്ചു. കണ്ണൂർ NS 100 ദിവസം കളിച്ച പടമാണ്. അപ്പോൾ അങ്ങോട്ട് എറണാകുളത്തിൽ 200 ദിവസം കളിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിൽ കണ്ണൂരെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹിറ്റ് പടങ്ങളും കണ്ണൂരിൽ 25 ദിവസം കളിക്കും. 25-35 ദിവസം മാക്സിമം. ഇത് കണ്ണൂർ NS 100 ദിവസം കളിച്ച പടമാണ്. മോഹവും മുക്തി, നസീർ, ലക്ഷ്മി, ഷീല. അത് ഹിന്ദിയിൽ അമിതാഭ് ബച്ചനും മാലാ സിൻഹയും അരുണ ഇറാനിയും. അത് അരുണ ഇറാനിൻ്റെ റോളിൽ നസീർ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ഷീല എന്ന കാമുകിയായിട്ട് അഭിനയിച്ച ലക്ഷ്മിയാണ്. അതിൽ അമിതാഭ് ബച്ചൻ്റെ കാമുകിയായിട്ട് മാലാ സിൻഹയും ഭാര്യയായിട്ട് അരുണ ഇറാനിയും. ലക്ഷ്മിയാണ് നായിക. അതൊന്നാണ് ഹിന്ദിയിൽ പരാജയമായിരുന്നു അമിതാഭ് ബച്ചൻ്റെ പടം. പിന്നെ യാദവും കി ബാരാത്ത്, അത് ധർമ്മേന്ദ്രൻ്റെ പടം മലയാളത്തിൽ റീമേക്ക് ചെയ്ത ജോഷി ഇമം എന്ന് പറഞ്ഞിട്ട് നസീർ സാറാണ് ധർമ്മേന്ദ്രൻ്റെ റോളിൽ. പിന്നെ ദിലീപ് കുമാറിൻ്റെ രാം ഓർ ശ്യാം, അത് ശശികുമാർ റീമേക്ക് ചെയ്ത അജയനും വിജയനും സൂപ്പർ ഹിറ്റ്. പിന്നെ ദിലീപ് കുമാറിൻ്റെ തന്നെ വേറൊരു പടമാണ് ഗംഗാ ജമുന, അത് മലയാളത്തിൽ അരിയർ റീമേക്ക് ചെയ്ത് ലാവ. നസീർ മാധവിൻ്റെ ആദ്യത്തെ മലയാള ഫിലിം. അതിലഭിനയിക്കും നസീർ സാറിന് 52 വയസ്സും മാധവിക്ക് 17 വയസ്സ് അത്രയുണ്ടാവും. ആ സമയത്ത് നസീർ സാറിൻ്റെ ചെറിയ ചെറുപ്പക്കാരി നായികയാണ് നസീർ സാറിന്. ലാവ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. പിന്നെ ദിലീപ് കുമാറിൻ്റെ തന്നെ മധുമതിയാന്ന് വനദേവത എന്ന് പറഞ്ഞു. അത് യൂസഫ് അലി കേച്ചേരി. അത് ഏവറേജ് പടമാണ്. കാരണം യൂസഫ് അലി കേച്ചേരിൻ്റെ ആദ്യത്തെ പടമാണ്. അത് അത്ര സംവിധാനം ചെയ്യാൻ അത്ര അറിയില്ല. നല്ല നല്ല പാട്ടിലുണ്ട്, പക്ഷെ പടം ഏവറേജാണ്. പിന്നെ ദിലീപ് കുമാറിൻ്റെ തന്നെ മുഗളെ ആസാം, അത് കുഞ്ചാക്ക മലയാളത്തിലെടുത്ത് അനാർക്കലി എന്ന് പറഞ്ഞിട്ട്. ദിലീപ് കുമാറിൻ്റെ റോളിൽ നസീർ സാറും പൃഥ്വിരാജ് കപൂറിൻ്റെ റോളിൽ സത്യം മാഷ്. പിന്നെ നമുക്കറാം എന്ന് പറഞ്ഞിട്ട് രാജേഷ് ഖന്നയുടെ പടം. അതിൽ അമിതാഭ് ബച്ചൻ ഉപനായകനായിട്ടുണ്ട്. അത് മലയാളത്തിൽ റീമേക്ക് ചെയ്തരും രാജേഷ് ഖന്നയുടെ റോളിൽ നസീർ സാറും ഉപനായകനായിട്ട് സുകുമാരനും അമിതാഭ് ബച്ചൻ്റെ റോളിൽ. അന്ന് രാജേഷ് ഖന്ന സൂപ്പർ സ്റ്റാറും അമിതാഭ് ബച്ചൻ തുടക്കക്കാരനാണ്. പിന്നെ സുനിൽ ദത്തിൻ്റെ ഗുമ്ര, നല്ല പാട്ടുള്ള പടം. സുനിൽ ദത്തും അശോക് കുമാർ, അത് മലയാളത്തിൽ റീമേക്ക് നസീർ സാറാണ് സുനിൽ ദത്തിൻ്റെ റോളിൽ നായകനായിട്ട്. ഉപനായകനായിട്ട് അശോക് കുമാറിൻ്റെ റോളിൽ സത്യം മാഷ്. നല്ല പാട്ടുള്ള പടം. മായാജാലകവാതിൽ തുറക്കും മധുര സ്മരണകളെ മന്ദസ്മിതമാമണി വിളക്കുഴിയും മന്ത്രവാദിനികൾ എന്നുള്ള പാട്ട്. പിന്നെ ഗുമറൻ്റെ പിന്നെ ഇത് ഞാൻ പറയും വിവാഹിത ടീച്ചറിൻ്റെ പേര്, സൂപ്പർ ഹിറ്റാണ്. പിന്നെ ഒന്ന് കിലോന സഞ്ജീവ് കുമാറിൻ്റെ, അത് നസീർ സാറിൻ്റെ അമൃതവാഹിനി. പിന്നെ ഉള്ളതെന്ന് അശോക് കുമാറിൻ്റെ കട്ടാ മീട്ടാന്ന് പറഞ്ഞിട്ട്, അത് ശ്രീകുമാരൻ തമ്പിച്ചായിട്ട് ഇരട്ടി മധുരം എന്ന് പറഞ്ഞിട്ട് നസീർ സാറിന്, അശോക് കുമാറിൻ്റെ റോള് നസീർ സാർ. പിന്നെ
ഒരു രാജേഷ് ഖന്നയുടെ മെഹബൂബ, അത് മലയാളത്തിൽ അന്ന് കൊട്ടാരം വിൽക്കാനുണ്ട് നസീർ സാറിൻ്റെ. പിന്നെ സുനിൽ ദത്തിൻ്റെ ചോട്ടി ബഹൻ, അതാണ് വീണ്ടും പ്രഭാതം. നളിന മുഖി നിന്നുടെ വീട്ടിൽ നളനാണു ഞാൻ, പുത്തൻ നളനാണു ഞാൻ, നളിന മുഖി നസീർ വിജയശ്രീ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അത് പിന്നെ ഹിന്ദിയിൽ അല്ല, അത് അല്ല, ആ സിനിമൻ്റെ പേര് ബേട്ടി ബേട്ട എന്നാണ്. ചോട്ടി ബഹൻ്റെ ഒന്ന് 3 പോക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ മാറിപ്പോയി. സുനിൽ ദത്തിൻ്റെ ചോട്ടി ബഹൻ ഉണ്ട്, അല്ല സുനിൽ ദത്തിൻ്റെ അന്ന് ബേട്ടി ബേട്ട, അതാണ് വീണ്ടും പ്രഭാതം. പിന്നെ മറ്റേത് ചോട്ടി ബഹൻ ബൽരാജ് സാലാനിയും മഹമ്മൂദും റഹ്മാനും അഭിനയിച്ച പടമാണ്. ഇന്ത്യയിലെ റഹ്മാൻ എന്നൊക്കെ നടനുണ്ട്. അത് മലയാളത്തിൽ റീമേക്ക് ചെയ്താൽ 3 പൂക്കൾ, നസീർ സാർ, സത്യമാഷും മധുച്ചാട്ടും. ഇതൊക്കെയാണ് നസീർ സാറിൻ്റെ അന്നത്തെ കാലത്തുള്ള പിന്നെ ഹിന്ദി പിക്ചർ. കുറേ പടങ്ങൾ ഇനിയും ഇഷ്ടംപോലെ ഹിന്ദി പടം റീമേക്ക് ചെയ്തതുണ്ട്. നസീർ സാറാണ് അധികം നായകനായിട്ട്. ഹിന്ദി പിക്ചർ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ നസീർ സാറാണ് നായകൻ. വേറെ ആരും എടുക്കേണ്ടത്? ഹിന്ദി പിക്ചറായിട്ട് മലയാളത്തിൽ എടുക്കുമ്പോൾ നസീർ സാറില്ലാണ്ട് പിന്നെ വേറെ ആരും സങ്കല്പിക്കാനൊന്നും കഴിയില്ല. ഇതൊക്കെ നസീർ സാറിൻ്റെ ഞാൻ പറഞ്ഞു. ഇനിയും ഒരുപാട് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി. ഓക്കെ.